ഇന്ത്യൻ പ്രധാനമന്ത്രി 9ാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം അധികാരത്തിൽ കയറിയ ശേഷം UAE സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പറ്റി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ഭവനമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഇനി അതിന് ചില പ്രാധാന്യത്തിലേക്ക് കിടക്കാം. എന്തുകൊണ്ടാണ് ഇന്ത്യ UAE ഇത്ര ശക്തമായ രീതിയിലുള്ള മുന്നോട്ടുള്ള പോകാനുണ്ടായ കാരണം? ഏകദേശം 3.75 മില്യൺ to 4 മില്യൺ ഇന്ത്യക്കാരാണ് UAEയിൽ ജോലി ചെയ്യുന്നത്. ഇന്ത്യൻ ബിസിനസ് ഹൗസസ്, ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. ശരിക്കും എന്തുകൊണ്ടാണ് UAE ഭരണത്തലവനും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും തമ്മിൽ ഇത്രയും അടുക്കുവാൻ? അവരുടെ പേഴ്സണൽ ബോണ്ടേജും ഉണ്ട്. ഇത് ഡിപ്ലോമാറ്റിക് റിലേഷൻ മാത്രമല്ല, അവർ തമ്മിൽ പേഴ്സണൽ ബന്ധവും കൂടെ വളരെ ശക്തമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ ഈ പറയുന്ന അറബ് രാജ്യങ്ങളുടെ ഒരു പൊളിറ്റിക്സിലും ഇടപെടുന്നില്ല. അതായത് ഇടപെടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അറബ് രാജ്യങ്ങളിൽ മുഴുവനും ഇഷ്യൂസാണ് എപ്പോഴും. ഇപ്പോൾ ഹമാസിൻ്റെ ഇഷ്യൂ, ഇസ്രായേലിൻ്റെ ഇഷ്യൂ, ഹൂത്തികളുടെ ഇഷ്യൂ, ഇറാൻ്റെ ഇഷ്യൂ, അങ്ങനെ ഇഷ്യൂസാണ് എപ്പോഴും ടെൻഷനാണ്. ഇപ്പം ഇവിടെ ഒന്നും ഇന്ത്യ എവിടെ ഇടപെടാൻ പോകുന്നില്ല. അപ്പോൾ ഹൂത്തിയുമായിട്ടുള്ള ഇഷ്യൂവിൽ ഇന്ത്യയിലോട്ട് വന്ന ഷിപ്പുകളെ തന്നെ അറ്റാക്ക് ചെയ്തു. അവിടെയും ഇന്ത്യ ഒരു ബൈലാറ്ററൽ ടോക്സിൽ, ഡിപ്ലോമാറ്റിക് ടോക്കിൽ ഇന്ത്യൻ കണ്ടെയ്നേഴ്സിനെ, ഇന്ത്യൻ ഷിപ്പുകളെ അറ്റാക്ക് ചെയ്യരുതെന്നുള്ളത് ബാക്ക് ഡോർ ത്രൂ ഇറാൻ മുഖാന്തരം സംസാരിക്കുന്നു ഹൂത്തികളുമായിട്ട്. പിന്നീട് അവർ ഇന്ത്യൻ ഷിപ്പുകളെ അറ്റാക്ക് ചെയ്യാൻ വന്നില്ല. ഇപ്പം ഇന്ത്യക്ക് അറബ് രാജ്യങ്ങളിൽ ഒരു പൊളിറ്റിക്സിലും യാതൊരു താല്പര്യവുമില്ല. ഇന്ത്യയുടെ പഴയ രീതിയിലുള്ള ഡിപ്ലോമസി അത് മുന്നോട്ട് പോകുന്നു. മറ്റൊന്ന്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ശക്തമായ എക്കണോമിക് പവർ ഹബ്ബായിട്ട് മാറുന്നു. ഏഷ്യയിലെ തന്നെ ടോപ്പ് പവറായി മാറുന്നു. ലോകത്തിലെ തന്നെ 5ാമത്തെ എക്കണോമിക് ഹബ്ബായി മാറുന്നു. അടുത്ത 10 വർഷത്തിനുള്ളിൽ ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ എക്കണോമിക് പവറായിട്ട് ഇന്ത്യ മാറുന്നു. ഇതൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി, അതായത് ഓയിൽ, ക്രൂഡ് ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും, അതിൻ്റെ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഈ അറബ് നേഷനുമായിട്ടുള്ള ബന്ധമാണ്. അപ്പം മോദി വന്ന ശേഷം ഇത് ഡയറക്റ്റായി. നേരത്തെ ഇത് ഡയറക്റ്റ് എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനകത്ത് മുഴുവനും കിക്ക് ബാക്സും കമ്മീഷനും മേടിച്ചാണ് പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ മോദി പ്രധാനമന്ത്രിയായ ശേഷം ഈ രാജ്യങ്ങളുമായിട്ട് ഡയറക്റ്റ് ബന്ധത്തിലായി. ഇവരുമായിട്ട് നേരിട്ടുള്ള ഇടപാടുകൾ കൂടുതൽ അത് ട്രാൻസ്പെറൻ്റ് രീതിയിലോട്ട് മാറി. അപ്പോൾ ഈ ഓയിലിന് ഗ്ലോബൽ ഡിമാൻഡ് കുറയുന്ന സമയത്ത് ഇന്ത്യ കമ്മിറ്റഡ് ആണ്. അവരുമായിട്ട് ആ രീതിയിലുള്ള ഓയിൽ വാങ്ങിയിരിക്കും. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഓയിലിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ട് ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ ഓയിൽ വാങ്ങും. ഇപ്പം റഷ്യയുടെ ഓയിൽ ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നാച്ചുറലായിട്ട് സൗദി അറേബ്യയുടെയും UAEയുടെയും ഓയിലിൻ്റെ കുറച്ചു. ആ സമയത്ത് ഈ പറയുന്ന രാജ്യങ്ങളുമായിട്ട് സംസാരമുണ്ടായി, ഡയലോഗ്സ് ഉണ്ടായി. ഇവർ വില കുറയ്ക്കുന്നു. ഇവരുമായിട്ടുള്ള ഓയിലിൻ്റെ ഡീലും ഗ്യാസിൻ്റെ ഡീലും പഴയ രീതിയിലോട്ട് കൊണ്ടുപോവുക. കാരണം ഈ രാജ്യങ്ങളുമായിട്ട് ഒരു കാരണവശാലും അവരുടെ ട്രേഡ് ബന്ധത്തിൽ ഒരു ഒലച്ചിലും ഉണ്ടാക്കുവാൻ ഇന്ത്യ തയ്യാറല്ല. എന്നിട്ട് ഇന്ത്യ ചെയ്തത്, ഇവിടുന്ന് ഓയിൽ വാങ്ങിയ ശേഷം മറ്റുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങി. അത് ഇൻ്റർനാഷണൽ പല ബോഡികളിലും ഫോറങ്ങളിലും വലിയ പ്രശ്നമായി. അപ്പം ഒന്ന് ഓയിലിൻ്റെ സെക്യൂരിറ്റി. അതേപോലെ തന്നെ അറബ് രാജ്യങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ആ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി, സ്ട്രാറ്റജിക് സെക്യൂരിറ്റി. പിന്നെ ഫുഡ് സെക്യൂരിറ്റി. കാരണം അറിയാവുന്ന വസ്തുതയാണ്, ഇത് മണൽ സംഭവമാണ്. ഇവിടെ ഈ പറയുന്ന ഫുഡുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്ഷനൊക്കെ വളരെ കുറവാണ്. ചെറിയ പേരിന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരുടെ ഒരു ഫുഡ് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ 10 വർഷം മുമ്പ് ഇതേപോലെ UAE സുഡാനിൽ പോയി ഇൻവെസ്റ്റ് ചെയ്തു. ഹ്യൂജായിട്ടുള്ള പണി അവിടെ ബ്ലൂ നൈലിൻ്റെ ഭാഗത്ത്. പക്ഷേ അവിടുത്തെ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയുടെ കാരണം കൊണ്ട് ഇവർക്ക് അവിടെ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യാനോ അവിടെ പോകാനോ പിന്നെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയായി മാറി.
അത് നിങ്ങൾ കാണുന്നതാണ്. സുഡാനുമായിട്ടുള്ള മറ്റുള്ള അവിടെ അതിൻ്റെ അകത്തുള്ള ഇൻറ്റേർണൽ പ്രശ്നവും അൺസർട്ടനിറ്റിയും മുഖാന്തരം അവിടെ പ്രശ്നങ്ങളാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് UAEയും ഇസ്രായേലും അമേരിക്കയും ഇന്ത്യ, കാരണം ഇന്ത്യയിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇന്ത്യൻ ഫാർമേഴ്സ് എന്ന് പറയുന്ന ഏറ്റവും മിടുക്കരാണ് ലോകത്തിലെ തന്നെ. അപ്പം ഇന്ത്യയിൽ ഏകദേശം 100 ബില്യൺ അമേരിക്കൻ ഡോളറാണ് UAE ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇവിടെ ഈ ഫുഡ് സംഭവം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ടെക്നോളജി US-ൻ്റെയും അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെയും അതുപയോഗിച്ച് ഫുഡ് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾക്ക് സപ്ലൈ ചെയിൻ ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് UAEയുടെ റോൾ. പിന്നെ നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് G20 ബന്ധപ്പെട്ട് ഇന്ത്യയുടെ എക്കണോമിക് കോറിഡോർ UAE സൗദി അറേബ്യ മുഖാന്തരമാണ് പോകുന്നത്. പിന്നെ ഇവരുടെ ഒരു സ്ട്രാറ്റജിക് സെക്യൂരിറ്റി ഇഷ്യൂ എന്ന് പറയുന്ന ഈ രാജ്യങ്ങളിലൊന്നും തന്നെ ഈ പറയുന്ന ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒന്നും വളരെ കാര്യമായിട്ടൊന്നുമില്ല. ഇവിടുത്തെ ഡിഫൻസ് തന്നെ വളരെ മോശമാണ്. UAE ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും. കാരണം അവർ യമനിൽ പോയത് അടി കിട്ടി പ്രശ്നമായി, ഒത്തിരി പേര് കൊല്ലപ്പെട്ടു. അവസാനം അവർ എങ്ങനെയെങ്കിലും കാലയെ പിടിച്ച് വിഡ്രോ ചെയ്യുകയായിരുന്നു. ഇപ്പം അമേരിക്കൻ സേന ഇപ്പോൾ ഖത്താറിലുണ്ടെങ്കിൽ തന്നെയും ഇതിന് ഖത്താർ വലിയൊരു എമൗണ്ടാണ് അമേരിക്കയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഗ്രാജുവലായിട്ട് ഇന്ത്യയുമായിട്ട് വെപ്പൺസ് വാങ്ങാനും ഇന്ത്യയുടെ ഒരു സെക്യൂർഡ്, അതായത് മാരിടൈം, ഇപ്പോൾ നേവി ആണെങ്കിൽ പോലും ഇന്ത്യൻ നേവി വളരെ ശക്തമാണ്. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഇറാൻ്റെ മർച്ചൻ്റ് ഷിപ്പ് പിടിച്ചപ്പോൾ തോന്നും ഇന്ത്യൻ നേവിയാണത് പോയി റിലീസ് ചെയ്ത് കൊടുത്തത് 2 ഷിപ്പുകളോളം. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടും മറിറ്റൈം സംഭവമായിട്ട് ഓഷ്യനായിട്ട് ബന്ധപ്പെട്ടും അതേപോലെ തന്നെ സെക്യൂരിറ്റി, ഈ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇവർക്ക് ഈ പണമുണ്ടായി ഇഷ്ടം പോലെ, പക്ഷേ ഇവർക്ക് സെക്യൂർ ചെയ്യാനുള്ള ഡിഫൻസിൻ്റെ ഫോഴ്സോ അങ്ങനെ ഒരു സെക്യൂരിറ്റി ഫോഴ്സ് ഇല്ല. അതിവരെ വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഏത് സമയത്തും മറ്റുള്ളൊരു ചെറിയ രാജ്യം അവിടെ കയറി അറ്റാക്ക് ചെയ്യാം. പഴയ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളൊന്നും അല്ല ഇന്ന്. സമ്പത്തുണ്ട്, ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ലോകത്തുള്ള രാജ്യങ്ങളെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെയുള്ള സെക്യൂരിറ്റി എന്ന് പറയുന്നത് വലിയ പ്രശ്നമായിട്ട് മാറും. നമ്മളത് കുവൈറ്റിൽ കണ്ടതാണ്. ഇറാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇറാഖ് കയറുന്ന ആ രാജ്യം ഇല്ലാതായി പോകുന്നു. അതേപോലെ പലയിടത്തും ഈ ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ട്യൂണീഷ്യ ആണെങ്കിലും മറ്റുള്ള പല ഭാഗത്തും. അപ്പോൾ അതിനെയൊക്കെ സർവൈവ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ, അതായത് വളരെ പവർഫുൾ നേഷനാണ് ഇന്ത്യ, ഡിഫൻസ് ആണെങ്കിലും എല്ലാ രീതിയിലും. അപ്പോൾ ഇന്ത്യയുടെ ഒരു സെക്യൂരിറ്റി, അതായത് പെട്ടെന്ന് ഇന്ത്യക്ക് സഹായിക്കുവാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലുള്ളൊരു ബന്ധവും ഇന്ത്യ സ്ട്രാറ്റജിക്കലി UAE ആയിട്ടും ഇനി അടുത്ത സൗദി അറേബ്യ ആയിട്ടും ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഇപ്പം ഈ ഇതേപോലെ പല പോയിന്റുകളും, പിന്നെ ഇന്ത്യക്കാരുടെ സംഭാവന, ഈ പറയുന്ന മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾക്ക് കൊടുത്ത സംഭാവന, അതേപോലെ തന്നെ UAE ലോകത്തിലെ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അത്ര ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇന്ത്യയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം കാശ്മീരിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ പറഞ്ഞിട്ട് പോലും കാശ്മീരിൽ ഏകദേശം 80,000 കോടി രൂപയാണ് UAE ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം മിഡിൽ ഈസ്റ്റിലെ പല മോളുകളിലും കാശ്മീർ ആപ്പിളുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അവരവിടെ വെയർഹൗസും പരിപാടിയും മറ്റുള്ള സാഫ്രോൺ ഫാമിങ്ങും ഒക്കെ അവർ നടത്താൻ പോവുകയാണ്. അപ്പോൾ അത് ഇന്ത്യയിലെ കർഷകർക്കും ഇന്ത്യയിലൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റും എംപ്ലോയ്മെൻറ്റും ജനറേറ്റ് ചെയ്യും. ഏകദേശം 2.25 ലക്ഷം പേരാണ് UAEയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഇന്ത്യയിൽ തൊഴിൽ ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു ബന്ധമാണ് ഉണ്ടാക്കിയെടുത്തത്. അതിനാണ് ഈ 9 പ്രാവശ്യം പ്രധാനമന്ത്രി സ്ഥിരമായിട്ട് പോകുന്നു. UAEയുടെ പ്രസിഡൻറ്റിനെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നു 2ഓളം പ്രാവശ്യം, പിന്നെ ചീഫ് ഗസ്റ്റായിട്ട് കൊണ്ടുവരുന്നു. അപ്പം ഇന്ത്യയുടെ ടൂറിസം എന്ന് പറയുന്നത് വലിയൊരു പൊട്ടൻഷ്യലാണ്. അതായത് വരാൻ പോകുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന സെക്കൻഡ് സ്റ്റേജ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് UAEയും സൗദി അറേബ്യയും ഇന്ത്യയിലെ സിറ്റികൾ നിർമ്മിക്കുവാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം കൃഷി മാത്രമല്ല, ഇന്ത്യയുടെ സിറ്റികൾ ഇൻവെസ്റ്റ് ചെയ്ത്, കാരണം അവർക്ക് ഈ പറയുന്ന മണലാര്യത്തിൽ എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനാണ്. കാരണം ഈ പറയുന്ന ഈ UAE ആണെങ്കിൽ അറബ്സ് ആണെങ്കിലും അവിടെയുള്ളവർ ഏറ്റവും പണമുള്ളവർ ചെയ്യുന്ന പരിപാടിയുണ്ട്, ഓയിൽ റിച്ച് പണം. ഇവർ കൊണ്ട് അമേരിക്കയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു,
മറ്റേ യൂറോപ്യൻ രാജ്യങ്ങളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്തൊന്നും ഈ പറയുന്ന ഒരു പൊട്ടൻഷ്യലായിട്ടൊന്നും ഇവർക്ക് ഈ രാജ്യങ്ങൾക്കൊന്നും തിരിച്ചു കിട്ടുന്നില്ല. കാരണം അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു അമേരിക്കൻ സാഹിബാണെങ്കിലും യൂറോപ്യൻകാർ ഈ അറബ്സിനെ ഒന്നും ഒരിക്കലും മാനിക്കത്തില്ല. ഇപ്പോൾ ബ്രിട്ടനിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഈ പറയുന്ന അറബ്സാണ്. അവർക്ക് എന്ത് മാന്യത അവിടെ കിട്ടുക? സെക്കൻഡ് സിറ്റിസൻ്റെ റേറ്റാണ് ഇത് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇവർക്ക് മാന്യത കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനെയാണ് ഇന്ത്യ UAE ബന്ധം ശക്തമാകുന്നത്. ഇത് തന്നെയാണ് ഖത്തറുമായിട്ടുണ്ടായിരിക്കുന്നത്. ഖത്തറിൽ നിന്ന് ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഓയിൽ ഈ ഗ്യാസ് വാങ്ങുന്ന ഇന്ത്യയാണ്. അതുപോലെ നേരിട്ടുള്ള ഇതാണ്. അപ്പം 8ഓളം ഇന്ത്യൻ നേവൽ വെറ്ററൻസ് അവരെ അവിടെ വധശിക്ഷയ്ക്ക് വിധിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ കേരളത്തിലെ ചില വൃത്തികെട്ട ഫ്രഞ്ച് ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ അഭിമാനം പറയുന്നത് കേട്ടു. അന്നത്തെ ആ വീഡിയോയിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പഴയ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. കാരണം ഇവരെ അവിടുത്തെ ശിക്ഷ അനുഭവിച്ച് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ മാക്സിമം ചെയ്യാവുന്ന പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് അവരുടെ ശിക്ഷ ഇന്ത്യയിൽ അനുഭവിക്കാൻ കൊടുക്കുക. എന്തുകൊണ്ടാണ് ഇന്ന് പ്രധാനമന്ത്രി അവിടെ എത്തുക? അതിനു മുമ്പ് എന്തിനാണ് ഖത്തർ ഗവൺമെൻറ് പെട്ടെന്ന് ഈ 7ഓളം ഇന്ത്യക്കാരെ 8ഓളം പെട്ടെന്ന് റിലീസ് ചെയ്തിട്ട് ഇന്ത്യയിലോട്ട് പറഞ്ഞു വിട്ടത്? അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് റെഡ് കാർപ്പറ്റ് വെൽക്കം കൊടുക്കാൻ വേണ്ടിയാണ്. ഈ ഖത്തറിനും താല്പര്യമുണ്ട് ഇന്ത്യയിൽ ഹ്യൂജായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. കാരണം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സംഭവ സ്ഥലവും ഇവർക്കെല്ലാം ഫോറിൻ റിസർവ് പണമുണ്ട്. ഖത്തറിനും താല്പര്യമുണ്ട് ഇന്ത്യയിലെ സിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനും സിറ്റി ഡെവലപ്പ് ചെയ്യാനും. കാരണം അവർക്ക് സെക്കൻഡ് ഹോമായിട്ട് അമേരിക്കയെക്കാളിലും യൂറോപ്പിനേക്കാളിലും എടുക്കുവാൻ താല്പര്യം ഇന്ത്യൻ സിറ്റികളാണ്. ഇന്ത്യയാണ് അവർക്ക് താല്പര്യം. കാരണം അവർക്ക് അതിൻ്റേതായിട്ടുള്ള റെക്കഗ്നേഷൻ കിട്ടും. ഇതൊക്കെ പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തിനാണ് ഈ പറയുന്ന അമേരിക്കയിലോട്ട് പോകുന്നത്? എന്തിനാണ് യൂറോപ്പിലോട്ട് പോകുന്നത്? എന്തുകൊണ്ട് ഈ അറബ്സിന്, റിച്ചായിട്ടുള്ള അറബ്സിന് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൂടാ? കാരണം അതിൻ്റെ അകത്ത് റിട്ടേൺസ് ഉണ്ട്. കാരണം ഇന്ത്യ ഒരു സ്റ്റേബിളായിട്ടുള്ള രാജ്യമാണ്. മറ്റുള്ള അറബ് രാജ്യങ്ങൾ, ഇപ്പോൾ മൊറോക്കോ ആണെങ്കിലും ട്യുണീഷ്യ ആണെങ്കിലും മറ്റുള്ള അറബ് രാജ്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അൺസർട്ടനിറ്റി എപ്പോഴും ഉണ്ട്. ഇവർ ഈ രാജ്യങ്ങളെല്ലാം പോയി ഈജിപ്തിലാണെങ്കിലും പല ഈസ്റ്റേൺ ആഫ്രിക്ക ആണെങ്കിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഇവർക്ക് പണം നഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെതാണ് റീതോട്ട്സ് വന്നേക്കുന്നത്. എന്തുകൊണ്ട് ഇന്ത്യയിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം? ഇപ്പം ഇതെല്ലാം പ്രാധാന്യമുണ്ട്, ഘടകങ്ങളുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളുമായിട്ടുള്ള മ്യൂച്വലായിട്ടുള്ള പോക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുമ്പോൾ എവിടെയാണ് അമ്പലം വേണ്ടത് അത് മാപ്പിനകത്ത് ചൂണ്ടിക്കാണിച്ചാൽ മതി, അവിടെ അമ്പലം നിങ്ങൾക്ക് സ്ഥലമെടുക്കാമെന്ന് UAEയുടെ പ്രസിഡന്റ് പറയാനുണ്ടായ കാരണം. മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇത്രമാത്രം വിസിറ്റ് ചെയ്യുകയും, അതായത് ഇന്ത്യക്കാരൻ ഡയസ്പോറയ്ക്ക് ഒരു പ്രൈഡും ഉണ്ടാക്കാൻ മോദിക്ക് കഴിഞ്ഞു. അതാണ് ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്. എല്ലാ ഇന്ത്യക്കാരൻ്റെയും അഭിമാനമായിട്ട് മാറി. കുറച്ച് വർഗീയവാദികൾ കേരളത്തിലെ വെറും നാറികൾ അവന്മാർ പറയുന്ന പോലെയാണോ? ഓരോ രാജ്യത്തിൻ്റെ ഡിപ്ലോമസിയും ആ രാജ്യത്തിൻ്റെ നയതന്ത്ര ബന്ധങ്ങളും ട്രേഡും എന്ന് പറയുന്നതും വർഗീയതയല്ല. അവരിവിടെ കിടന്ന് വലിയ ബഹളം കാണിക്കുന്ന പോലെയാണോ ഈ രാജ്യങ്ങൾ നരേന്ദ്രമോദി ഗവൺമെൻറ് ഇന്ത്യൻ പ്രധാനമന്ത്രി അംഗീകരിക്കുകയും അദ്ദേഹത്തെ ഏറ്റവും വലിയ രീതിയിൽ ഏറ്റവും ഓണർ ചെയ്താണ് അവർ മുന്നോട്ട് പോകുന്നത്? ഇതിൻ്റെയൊക്കെ കാരണം, ഇതിൻ്റെ പിറകിലുള്ള ശക്തി, ഇന്ത്യ ഒരു സൂപ്പർ പവറായിട്ട് വളരുന്നു. അത്